അപ്പോൾ ഇന്ന് സ്കൂളുള്ള ഒരു ദിവസത്തെ രാവിലത്തെ വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ തന്നെ ഇതിൽ വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുത്തിരിക്കും ഉച്ച ആകുമ്പോഴത്തേക്കും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും മഷ്റൂം കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മഷ്റൂം പനീറൊക്കെ ആകുമ്പോഴത്തേക്ക് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് തന്നെ മതിയാവും. ചായ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് തിളച്ച് വന്ന ശേഷമാണ് തേയില ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ തേയിലയുടെ ടേസ്റ്റ് മുഴുവനും ഈ ചായയിലോട്ട് വരും. നല്ല സൗണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ചായ പ്രാന്തിയാണെങ്കിൽ പറയാം, എപ്പോൾ ചായ കിട്ടിയാലും കുടിക്കുന്ന ഒരാളാണ്. പക്ഷെ ചായ ആയിരിക്കണം. ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അതിൽ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മഷ്റൂം ഇട്ട് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചെറിയ അളവിൽ മാത്രം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴും ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി വരും. അതിന് ഈ വെള്ളം മുഴുവൻ നമുക്ക് വറ്റിച്ചെടുക്കണം. ഈ വെള്ളം മുഴുവനും വറ്റി വന്നതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഈ ബാക്കി വന്ന ഓയിലില്ല, അതിലാണ് കേട്ടോ നമ്മൾ സവാള വഴറ്റാൻ പോകുന്നത്. സവാള ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഈസിയാണ്, കട്ട് ചെയ്യാനും ഈസിയാണ്, വേവിച്ചെടുക്കാനും ഈസിയാണ്. ഇത് വഴറ്റി ഒരുപാട് സമയം പോകണ്ട. നീളത്തിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ടൈം പോകും. അപ്പോൾ സാധാരണ നമ്മൾ കറിയൊക്കെ വെക്കില്ല, അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിക്കറി മുട്ടക്കറിയൊക്കെ വെക്കില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് മസാല ആവശ്യമില്ല ഇതിന്. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടത് ഈ സവാള കട്ട് ചെയ്യാൻ നിന്നത്. മാവെല്ലാം ഇതുപോലെ ഉരുട്ടി, നമ്മൾ പൊറോട്ടയ്ക്ക് മാവ് ഇങ്ങനെ ഉരുട്ടിയെടുക്കില്ല, അതുപോലെ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ എല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ആക്കി എടുക്കുമ്പോഴത്തേക്കും ചുളി ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. അപ്പോഴത്തേക്കും പരത്തിയെടുക്കാനും ഈസിയാണ്. ഈ സമയം സവാളയും തക്കാളിയും വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സവാള ഒന്ന് പകുതി വാടി വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്നു വരും. എന്നിട്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നത്. അതിനുശേഷം മസാലകളൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയാണ് ചേർത്തെടുത്തത്. പിന്നെ ചിക്കൻ മസാലയും. മസാലയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഒന്ന് തൈരും പാലും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ രീതിയിലിട്ട് വേവിച്ചെടുക്കാം. ചൂട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ. ചെറിയ കനം കുറഞ്ഞ പാത്രമാകുമ്പോഴാണ് ഒരുപാട് ടൈം എടുക്കുന്നത്. നമുക്ക് എത്ര ഗ്രേവിയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം ഞാൻ ചപ്പാത്തിയും പരത്തിയെടുക്കുന്നുണ്ട്. കറി വേവാൻ ചെറിയ തീയിൽ വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തിക്ക് നമുക്ക് പൊടിമാവിന് വേണ്ടിയിട്ട് ഗോതമ്പ് മാവിനേക്കാളും മൈദ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതിൻ്റെ അവസാനമായിട്ട് ഗരം മസാലയും അല്പം കുരുമുളക് പൊടിയും പിന്നെ ഒറിഗാനോ ചേർത്തിട്ട് നമുക്ക് തീ ഓഫാക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കറിക്ക്. ഈ സമയം കുട്ടികളുടെ ടിഫിൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊക്കെ എടുക്കാനായി. പിന്നെ ഞാൻ ഈ ചപ്പാത്തിയെല്ലാം ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. ചപ്പാത്തി നല്ല ഹൈ ഫ്ലെയിമിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് വരിക. അപ്പോൾ വേവുന്നതിനനുസരിച്ച് പാത്രത്തിലാക്കുന്നുണ്ട്, കുട്ടികൾക്കും കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. ടിഫിൻ ബോക്സിലാക്കിയതിന് ശേഷമാണ് കേട്ടോ ഹന്നാക്ക് മുടി കെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. 2 പേർക്കുള്ള ടിഫിൻ മതി, അതുകൊണ്ടാണ് 2 ബോക്സിലാക്കുന്നത്.
ഇപ്പോൾ ചക്ക സീസൺ തീർന്നിട്ടില്ലാന്ന് തോന്നുന്നു. ചക്കയും മാങ്ങ ഇങ്ങനെ ഇടയ്ക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ചക്കയാണ്. ഓ, ഈ ബാഗിന് എന്താ ഒരു വെയിറ്റ്. ഒരു കയ്യിൽ ബാഗും പിടിച്ച് ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഇവിടെ പുറകെ നിന്ന് നടക്കുകയാണ് വീഡിയോ എടുത്തുകൊണ്ട്. എൻ്റെ വീട് ഇടവഴിയിലാണ്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഹന്ന സ്കൂളിൽ പോയ ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി. രാവിലത്തെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി മാറ്റുകയാണ്. ഇനി എല്ലാ ദിവസത്തെയും പോലെ ഉച്ചയ്ക്കുള്ള ജോലികൾ തുടങ്ങണം. പിന്നെ ബാക്കി തുണി കഴുകൽ, അലക്കൽ, തുടയ്ക്കൽ, തൂക്കൽ, ഇതൊക്കെ തന്നെ. രാവിലത്തെ വ്ളോഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഉച്ചയ്ക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ഉച്ചയ്ക്കുള്ള വ്ളോഗും വൈകിട്ട് ഈവനിങ് വ്ളോഗ്, നൈറ്റ് വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയാക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇമോജിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. കഴിഞ്ഞ 2 വീഡിയോയും റെസിപ്പി വീഡിയോ ആയിരുന്നു. 2 വർഷത്തിലും കൂടുതലായിട്ട് ഷോർട്സ് വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഷോർട്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ കഴിയില്ല. 3 മിനിറ്റിൽ കൂടുതൽ വീഡിയോ ഒന്നും ഷോർട്സ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോ ആണ് ഇടേണ്ടതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വേറെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്കൊന്നും ഒരു പിടുത്തവും കിട്ടില്ല. വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ തോന്നും, പക്ഷേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എല്ലാം കിളി പോകും. അവസാനം ആ സമയത്ത് എന്താണ് തോന്നുന്നത് അതാണ് ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.